UDF സർക്കാരിൻ്റെ കാലത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സമഗ്രമായ നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ധനകാര്യ വകുപ്പിൻ്റെ തന്നെ സഹകരണത്തോടു കൂടി ആരംഭിച്ച കാരുണ്യ ചികിത്സാ പദ്ധതി. ആ പദ്ധതി എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് 3 ലക്ഷം രൂപ വരെ രോഗം വന്നാൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ദിവസം അങ്ങനെ ഒരു ആലോചന മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിൽ സംസാരിച്ചപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോട്ടറി ഇതിലേക്ക് വേണ്ടിയുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നതിലേക്ക് വേണ്ടി തുടങ്ങാമെന്ന് അന്ന് ചർച്ച നടത്തുകയും അതനുസരിച്ചിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ കാരുണ്യ ചികിത്സാ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ ചികിത്സാ പദ്ധതിയിലൂടെ ആ കാലഘട്ടത്തിൽ 1240 കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. വലിയൊരു ചികിത്സാ പദ്ധതിയാണത്. പക്ഷേ ഇപ്പോൾ ആ പദ്ധതി ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര ആളുകൾക്കാണ് സൗജന്യമായ ചികിത്സ ആ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സമയത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ ചികിത്സാ പദ്ധതിയിലൂടെ ധനസഹായം അന്ന് ലഭ്യമാക്കാൻ കഴിഞ്ഞു.